Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ ആക്കണമെന്നില്ല, മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ക്യാബേജ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാനിനി ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് മയോണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ ചെറുതായി അരിഞ്ഞിട്ടും പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഞാൻ കുറച്ചിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഓരോ സ്ലൈസസ് എടുത്തിട്ട് ആദ്യം കുറച്ച് മയോണൈസ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും പുരട്ടി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് വെച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കണം, അപ്പോഴാണ് നമുക്കിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് വേറൊരു ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മൊസറല്ല ചീസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ചീസ് സാൻഡ്വിച്ചും ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്രിൽ പാനാണ് വെച്ചിട്ടുള്ളത്. ഇത് തന്നെ വെക്കണമെന്ന് നിർബന്ധമല്ല. ഗ്രിൽ പാൻ ഇല്ലാത്തവർക്ക് സാധാ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ വെച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ബട്ടർ മെൽറ്റ് ആയാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡും എന്തായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിപ്പോൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഒന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. Please subscribe, comment, like and share.